ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡേ ആയിരുന്നു. നിഫ്റ്റി ഇന്ന് 26,027 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 19 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി ബാങ്ക് 71 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി 59,461 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 60,212 ക്ലോസ് ചെയ്തപ്പോൾ 70 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 35 പോയിൻറ്റ്സ് ചേർന്ന് 17,425 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് എന്ന 10.25 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 54 പോയിൻറ്റ്സ് കുറഞ്ഞ് 85,213 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് 1,792 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 1,468 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,568 ക്ലോസ് ചെയ്തപ്പോൾ 252 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 11 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,028 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 69 പോയിൻറ്റ്സ് കുറഞ്ഞ് 27,603 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 54,868 ക്ലോസ് ചെയ്തപ്പോൾ 377 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 42 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 14,711 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 9549 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 38,386 ക്ലോസ് ചെയ്യുമ്പോൾ 111 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 25 പോയിൻറ്റ്സ് ചേർന്ന് 1435 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 10,553 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,948 ക്ലോസ് ചെയ്യുമ്പോൾ 21 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 89 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 22,719 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 8285 ക്ലോസ് ചെയ്യുമ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി 886 ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് സെയിം പോയിൻറ്റ്സിനാണ് നിലനിർത്തിയത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,488 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,363 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർഗ്ലോബ് 2.16% റാലി നടത്തി. HCL 1.46% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 0.87%, ട്രെൻഡ് 0.82%, ടാറ്റ കൺസ്യൂമർ 0.70%, HCL ടെക് 0.65%, ടാറ്റ സ്റ്റീൽ 0.57%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.56%, ITC 0.55% ആൻഡ് ഇൻഫോസിസ് 0.54% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M 1.95% ഫോളോ കണ്ടു. ഏഷ്യ മോട്ടോഴ്സ് 1.49% ഫോളോ നടത്തി. ONGC 1.12%, JSW സ്റ്റീൽ 0.95%, ബജാജ് ഓട്ടോ 0.83%, അദാനി പോർട്സ് 0.67%, ഭാരതി എയർടെൽ 0.66%, മാരുതി സുസുക്കി 0.65%, സിപ്ല 0.62% ആൻഡ് HDFC ലൈഫ് 0.62% ഫോളോ ആണ് നടത്തിയത്. ഇതൊരു ബയർ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,027 നിൽക്കുമ്പോൾ 10.08% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ഈ വർഷം കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ PMI സർവീസ് ഡേറ്റ ഇന്ത്യയിൽ നിന്ന് നാളെ വരുന്നുണ്ട് 16 ഡിസംബറിന്. US എംപ്ലോയ്മെൻറ്റ് ഡേറ്റ നാളെ വരുന്നുണ്ട് 16 ഡിസംബറിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.